കാസർഗോഡ് മൂളിയാർ മസ്തികുണ്ടിലെ KC ഹംസ എന്നയാളുടെ വീട്ടിൽ സഹായത്തിന് നിന്ന സഫിയ എന്ന കന്നഡ പെൺകുട്ടി. 13 വയസ്സ് പ്രായം. 2006 ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന സഫിയെ പെട്ടെന്ന് കാണാതായി. അദൂർ പോലീസ് അന്വേഷണം നടത്തി. ഗോവയിൽ സർക്കാർ നിർമ്മാണങ്ങളുടെ കോൺട്രാക്ടറായ ഹംസയും കുടുംബവും തലേ ദിവസമാണ് സഫിയോടൊപ്പം നാട്ടിലെത്തിയത്. മകളെ വിട്ടുതരണമെന്ന് മാതാപിതാക്കൾ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. കാരണം ആ വീട്ടിൽ അവൾ സുരക്ഷിതയല്ലെന്ന തോന്നൽ അവർക്കുണ്ടായിരുന്നു. എന്നാൽ മകളെ കൂട്ടാൻ ഉപ്പിയെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സഫിയെ കാണാതായി. സഫിയ എവിടെ? അവളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. കുട്ടിയുടെ ഉമ്മ കളക്ടറേറ്റിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. വലിയ പ്രതിഷേധമുണ്ടായി. ഇതോടെ 2008 ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവോടെ സഫിയ തിരോധാന കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. അവർ ആദ്യം അന്വേഷിച്ചത് കുട്ടി നാട്ടിലെത്തിയിട്ടുണ്ടോ എന്നാണ്. അതിനായിട്ട് ചെക്ക് പോസ്റ്റിലെ രേഖകൾ പരിശോധിച്ചു. ഇതര സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് ഒരു വാഹനം കടക്കുമ്പോൾ ചെക്ക് പോസ്റ്റിൽ രേഖപ്പെടുത്തണം. ഹംസ, ഭാര്യ, അവരുടെ കുട്ടി, പിന്നെ സഫിയയും. അങ്ങനെ ആകെ 4 പേർ എന്നാണ് രജിസ്റ്ററിൽ എഴുതേണ്ടത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് 3+1 എന്നാണ്. അതായത് ആദ്യം 3 എന്ന് എഴുതിയിട്ട് 1 കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇതിൽ ഒരു പന്തികേട് തോന്നി. എന്നാൽ ഹംസയുടെ ഉമ്മയും ബന്ധുക്കളും പറയുന്നത് കുട്ടി നാട്ടിലെത്തിയെന്ന് തന്നെയാണ്. താനാണ് അവർക്ക് വാതിൽ തുറന്നു കൊടുത്തതെന്നാണ് ഉമ്മയുടെ മൊഴി. എന്നാൽ ഈ മൊഴി വിശ്വാസത്തിലെടുക്കാത്ത പോലീസ് ഒരു തന്ത്രം പ്രയോഗിച്ചു. ഹംസയുടെ ഉമ്മയെ കണ്ടു പറഞ്ഞു, സഫിയെ കാണാതായ കേസിൽ മൂത്ത മകൻ ഹംസ അറസ്റ്റിലാകും, ഇളയ മകനും പിടിക്കപ്പെടും. കാരണം അയാൾക്ക് എന്തോ കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത്. ഇത് കേട്ടപാടെ ഉമ്മ പറഞ്ഞു, അതിന് ഓളിവിടെ വന്നിട്ട് വേണ്ടേ അവൻ എന്തെങ്കിലും കയ്യബദ്ധം പറ്റാനെന്ന്. അവിടെ പിടിവീണു. രജിസ്റ്ററിലെ തിരുത്ത് ഉമ്മയുടെ നാവുപിഴ. സഫിയ നാട്ടിലെത്തിയിട്ടില്ലെന്ന് ഉറപ്പായി. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നാട്ടിലെത്താത്ത സഫിയെ വീട്ടുമുറ്റത്ത് നിന്ന് കാണാതായി എന്ന് ഹംസ പറഞ്ഞത്? അയാളെ ചോദ്യം ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു, സഫിയ മരിച്ചു. ഗോവയിൽ വെച്ച് കുട്ടിയുടെ ദേഹത്ത് തിളച്ച കഞ്ഞിവെള്ളം വീണ് പൊള്ളലുണ്ടാവുകയും ചികിത്സ കിട്ടാതെ കുട്ടി മരിച്ചു പോവുകയുമായിരുന്നു. ബാലവേലയ്ക്ക് പിടിക്കപ്പെടുമെന്ന് ഭയന്നിട്ടാണത്രേ ഹംസ കുട്ടിക്ക് ചികിത്സ നൽകാതിരുന്നത്. എന്തായാലും സഫിയ മരിച്ചുവെന്ന് ഉറപ്പായി. പക്ഷേ ഹംസ പറഞ്ഞതുപോലെ തന്നെയാണോ കുട്ടി മരണപ്പെട്ടത്? ആ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ട്. അതറിയണമെങ്കിൽ സഫിയയുടെ മൃതദേഹം കണ്ടെത്തണം. പക്ഷെ മൃതദേഹം എവിടെ? ഗോവയിൽ അണക്കെട്ട് നിർമ്മാണത്തിന്റെ കരാർ കിട്ടിയ ഹംസ നിർമ്മാണ സ്ഥലത്ത് ഒരു കിണർ കുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി അതിലിട്ട് മൂടിയെന്നാണ് പറഞ്ഞത്. അന്വേഷണ സംഘം ഗോവയിലെത്തി. ഹംസ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ഒരു കിണറാഴത്തിൽ കുളത്തിന്റെ വിശാലതയിൽ കുഴിയെടുത്തു. രാവും പകലും നീണ്ട അധ്വാനം. ഒടുവിൽ വെള്ളവും ചെളിയും നിറഞ്ഞ കുഴിയിൽ നിന്നും ഇളം നീല നിറത്തിലുള്ള ഒരു പാവാട കിട്ടി. ഹംസയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, മൃതദേഹം കഷ്ണങ്ങളാക്കി ഈ പാവാടയിൽ പൊതിഞ്ഞാണ് കിണറിലിട്ടതെന്ന്. വീണ്ടും കുഴിച്ചു. ഒടുവിൽ അധ്വാനം ഫലം കണ്ടു. കുഴിയിൽ നിന്നും കുറെ അസ്ഥികളും ഒരു പല്ല് പോലും അടർന്നു പോകാത്ത തലയോട്ടിയും കിട്ടി. തലയോട്ടി വിശദമായി പരിശോധിച്ചു. കീഴ്ത്താടിയിലും കാലിലും വെട്ടുകൊണ്ട മുറിവുണ്ടായിരുന്നു. കൊടുവാൾ കൊണ്ട് വീശി വെട്ടിയതുപോലുള്ള മുറിവുകളായിരുന്നു അവ. അവ ഉണ്ടായിരിക്കുന്നത് മരണത്തിന് മുമ്പാണ്. എന്നുവെച്ചാൽ സഫിയെ ജീവനോടെയാണ് വെട്ടിമുറിച്ചിരിക്കുന്നത്. ഹംസയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, പൊള്ളൽ ഗുരുതരമായി ഫിക്സ് പോലെ ആയപ്പോൾ താൻ അങ്ങനെ ചെയ്തതാണത്രേ. ഇനി തലയോട്ടിയും അസ്ഥികളും സഫിയുടേതാണെന്ന് തെളിയിക്കണം. തലയോട്ടിയിൽ നിന്നും ഒരു പല്ല് പോലും നഷ്ടപ്പെടാത്തത് കൊണ്ട് ഓഡന്റോളജി സൂപ്പർഇമ്പോസിഷൻ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അതിനായിട്ട് സഫിയയുടെ ഒരു ചിരിക്കുന്ന ഫോട്ടോ വേണം. സഫിയ ജീവിച്ചിരുന്നപ്പോൾ ആദ്യമായും അവസാനമായും ഒറ്റ ഫോട്ടോയെ എടുത്തിട്ടുള്ളൂ. അതിലവൾ നന്നായി ചിരിക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെ തലയോട്ടിയിലെ പല്ലുകളുടെ ഫോട്ടോ എടുത്ത് വലുതാക്കി സഫിയയുടെ ചിരിക്കുന്ന ഫോട്ടോയുമായി ചേർത്ത് വെച്ചു. അവ കൃത്യമായി ചേർന്നു. തലയോട്ടി സഫിയയുടേതാണെന്ന് തെളിഞ്ഞു. അടുത്തത് DNA പരിശോധനയാണ്. ഇതിനായി 1.5 വർഷം പഴക്കമുള്ള അസ്ഥികളിൽ ഡീകാൽസിഫിക്കേഷൻ നടത്തി DNA വേർതിരിച്ചെടുത്തു. അത് സഫിയയുടെ മാതാപിതാക്കളുടെ DNAയുമായി ചേർത്ത് വെച്ചു. അവ മാച്ചായി. അടുത്തത് ക്രൈം സീൻ പരിശോധനയാണ്. ഹംസയുടെ 2 ഫ്ളാറ്റുകളിൽ ഒന്നിന്റെ ബാത്റൂമിൽ വെച്ചാണ് മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കിയത്.
ആ ബാത്റൂം ആകട്ടെ സോപ്പ് പൊടി ഉപയോഗിച്ച് നല്ല പോലെ പതപ്പിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ബാത്റൂമിലെ ഈർക്കിലി ചൂലിൽ രക്തത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. മാത്രമല്ല, തറയിലെ ഒരു പൊട്ടലിലും രക്തത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇവ രണ്ടും ശേഖരിച്ചു. ഇവ കൂടാതെ മൃതദേഹം കൊണ്ടുപോയെന്ന് കരുതപ്പെടുന്ന കാറിന്റെ ഡിക്കിയിൽ നിന്നും ഇളം നീല നിറത്തിലുള്ള നൂലും അതിലുണ്ടായിരുന്ന കാർഡ്ബോർഡ് ഷീറ്റിൽ നിന്നും തവിട്ട് നിറത്തിലുള്ള രക്തക്കറയും നീളമുള്ള കറുത്ത തലമുടിയും ലഭിച്ചു. നൂല് മൃതദേഹം പൊതിഞ്ഞ പാവാടയിൽ നിന്നുള്ളതായിരുന്നു. എന്നാൽ തലമുടി സഫിയയുടേതാണെന്ന് തെളിയിക്കണമെങ്കിൽ അവളുടെ ഒരു തലമുടി കിട്ടണം. എന്നാൽ സഫിയയുടേതായി ആ ഫ്ളാറ്റിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും ഹംസ മാലിന്യം കത്തിക്കുന്നിടത്ത് നിക്ഷേപിക്കുകയും അവ കത്തിപ്പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തലമുടി കിട്ടിയില്ല. ഇനിയുള്ളത് കൊല്ലാൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തുകയാണ്. എന്നാൽ അതും കത്തിപ്പോയെന്നാണ് ഹംസ പറയുന്നത്. പിടി കത്തിപ്പോയി, കത്തി വല്ല ആക്രിക്കാരും കൊണ്ടുപോയിരിക്കുമത്രേ. എങ്കിലും പോലീസ് ആ സ്ഥലം പരിശോധിച്ചു. അവിടെ നിന്ന് കത്തിയുടെ പിടിയെന്ന് തോന്നിക്കുന്ന കത്തിക്കരിഞ്ഞ ഒരു മരക്കട്ട കിട്ടി. ഈ തെളിവുകളുടെയെല്ലാം അടിസ്ഥാനത്തിൽ ഹംസയെ അറസ്റ്റ് ചെയ്തു. വിചാരണ നടന്നു. കാസർഗോഡ് സെഷൻസ് കോടതി ഹംസയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീട് ഹൈക്കോടതി അത് ജീവപര്യന്തമാക്കി. കൊലപാതകത്തിന് കൂട്ടുനിന്ന ഹംസയുടെ ഭാര്യയെയും സഹോദരനെയും 3 വർഷം തടവിന് വിധിച്ചെങ്കിലും പിന്നീട് അവരെയും വെറുതെ വിട്ടു. എന്നാൽ സഫിയെ എന്തിന്, എങ്ങനെ കൊന്നുവെന്നത് 18 വർഷങ്ങൾക്കിപ്പുറവും ഒരു രഹസ്യമാണ്. ദൃക്സാക്ഷികളില്ലാത്ത കൊലപാതകം, ഒരു കിണറാഴത്തിൽ മണ്ണിനടിയിൽ മൂടപ്പെട്ട തലയോട്ടിയും അസ്ഥികളും, അടിച്ചു കഴുകി വൃത്തിയാക്കിയ കുളിമുറി, കരിക്കട്ടയായി മാറിയ ആയുധം. ഒരു തെളിവും ബാക്കിയില്ലെന്ന് കൊലപാതകി അഹങ്കരിച്ചു. എങ്കിലും സഫിയയുടെ ഉമ്മയടക്കമുള്ള ഒരു കൂട്ടം മനുഷ്യരുടെയും സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെയും നിശ്ചയദാർഢ്യം സഫിയ എന്ന 13-കാരിയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചു.